ഹായ് ഹലോ നമസ്കാരം, ഞാൻ ജിഷ്ണു വിജയനാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിലനോവ ബ്യൂട്ടി അക്കാദമിയിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മേക്ക് ഓവർ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഷൂട്ടായിരുന്നു അത്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി നല്ല പ്ലാനിലൊക്കെയാണ് ഇവിടെ വന്നിരുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു പ്ലാൻ ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാം പ്ലാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങളിന്നൊരു മേക്ക് ഓവർ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അടിപൊളിയാണ് നിങ്ങളാണ് പറയേണ്ടത്, എന്നാലും ഞാൻ പറയുന്നു എനിക്കിവിടെ ഒരു വന്നപ്പോൾ ഒരു അടിപൊളിയാവും എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ഷൂട്ടാണെന്ന് മെയിൽ ടു ഫീമെയിൽ ആണ്. അപ്പോൾ അതിൻ്റെ ബിഫോർ ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു മേക്ക് ഓവർ കഴിഞ്ഞത്. ഇപ്പോൾ മെയിലിൻ്റെ ഒരു ഗ്രൂമിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷൂട്ട് ഇപ്പോൾ ബിഫോറിനുള്ള ഷൂട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുട്ടികളാണ്. കാരണം പെട്ടെന്ന് ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ മോഡൽസും അവരുടെ സ്കിന്നിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരും ഇവിടെ ഇതാവില്ല. അപ്പോൾ ഇവിടുത്തെ മാം ആണ് അമ്മു. അപ്പോൾ മാം പറഞ്ഞു, നീ ഒരു പേടിയും പഠിക്കേണ്ട, അത്രയും കുട്ടികൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നീ ധൈര്യമായിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ കുട്ടികളാണോ അതോ ടീച്ചേഴ്സാണോ എന്നുള്ള രീതിയിൽ അത്രയും അടിപൊളി പെർഫെക്റ്റ് ആണ് അവരുടെ മേക്കപ്പ്. കുറച്ച് സെലിബ്രിറ്റി ലെവലിലുള്ളവരെല്ലാവരും വിളിച്ച് അവർക്ക് മേക്കപ്പ് ചെയ്ത് അവരെ പേടി മാറ്റി കൊടുത്തിട്ടാണ് ഇവിടുന്ന് എല്ലാ കുട്ടികളും പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടുത്തെ മാം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ മാമിനോട് സംസാരിക്കാം അല്ലേ? അപ്പൊ എന്താ മാം, എങ്ങനെയാണ് കുട്ടികളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവര് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് മുന്നിലോട്ട് വരുന്തോറും അവർക്ക് ഇപ്പോൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തമ്മിലാണ് മൊത്തത്തിൽ ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി പോകാറുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നതും പുറത്തുനിന്ന് ചെയ്യുന്നതും ഒക്കെ അവർക്കും കൂടെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്നുള്ള ലെവലിലാണ് നമ്മളിവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫീമെയിൽ അടിപൊളി സുന്ദരിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.